എല്ലാവർക്കും ET ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് നിതിൻജിയാണ്. നമസ്കാരം സർ. എന്തുകൊണ്ടാണ് ട്രേഡേഴ്സ് സബ്മിറ്റിൽ കുട്ടികൾക്കായിട്ടുള്ള ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം അവതരിപ്പിക്കാനുള്ള ഒരു കാരണം? ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന പരിപാടിക്ക് അത്യാവശ്യം നല്ല തലവാണ്. അതായത് വെറുതെ ഇമോഷണലായി വെറുതെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് മണി ഉണ്ടാക്കുക എന്നുള്ളത് ഈസി കാര്യമല്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനുകളും കൃത്യമായിട്ടുള്ള ഒരു ലോജിക്കൽ തിങ്കിങ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലൊരു കാര്യം അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് ഇവിടെ വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ഐഡിയ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് മുന്നിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിൽ തന്നെ ലോജിക്കൽ തിങ്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എന്നുള്ളതാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിനകത്തേക്ക് ഞങ്ങൾ പാർട്ടായതും ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിരിക്കുകയും ചെയ്യുന്നു. 4 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളെ AI-യും കോഡിങ്ങും പഠിപ്പിക്കുമ്പോൾ അത് അവരുടെ ഒരു വിദ്യാഭ്യാസത്തെയൊക്കെ എങ്ങനെയാണ് ഉപകാരപ്പെടുക? ഞങ്ങൾ ബേസിക്കലി AI-യും കോഡിങ്ങും പഠിപ്പിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളുടെ ഉദ്ദേശം കുട്ടികളെ ലോജിക്കലി തിങ്ക് ചെയ്യാനും അതുവഴി അവർക്ക് ചുറ്റുമുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള സാധ്യതകൾ ഓപ്പൺ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ അവരെ AI പഠിപ്പിക്കുന്നു എന്നല്ല. അവർക്ക് വി ആർ ജസ്റ്റ് ഗിവിംഗ് ദം എ ടെക് വിച്ച് ദേ ക്യാൻ യൂസ് ടു സോൾവ് സം പ്രോബ്ലംസ്. അവർക്ക് ചുറ്റുമുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റിയ ഒരു ടെക്നോളജി അവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ കാര്യങ്ങളും ജസ്റ്റ് ബൈ ഹാർട്ട് പഠിക്കുകയാണ്. ചുറ്റുമുള്ള ഒന്ന് സോൾവ് ചെയ്യാനോ ആ പഠിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സൈഡും കോഴ്സും എന്താണെന്നറിയാതെ അത് എന്തിനാ എവിടെ ഉപയോഗിക്കാമെന്ന് അറിയാതെയാണ് പലപ്പോഴും നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉപയോഗം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ പഠിക്കുമ്പോൾ പെട്ടെന്ന് തലയിൽ കയറുകയും ചെയ്യും. അത് പിന്നീട് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാനുള്ള സമയം എത്തുമ്പോൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ കുട്ടികൾക്ക് പറ്റുകയും ചെയ്യും. അതിനുള്ള സാധ്യതകൾ ഇവിടെ വളരെ കുറവാണെന്നുള്ളത് കൊണ്ട് വി ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് ടെക്. അത്രേ ഉള്ളൂ. നമ്മൾ AI പോലത്തെ ഒരു ടെക് ഇപ്പോൾ ഏറ്റവും ഹൈ ആയി നിൽക്കുന്ന കാര്യമാണ്. കുട്ടികൾ നിർബന്ധമായിട്ട് പഠിക്കണം. നമ്മുടെ കരിക്കുലത്തിനകത്ത് ഇറ്റ്സ് നോട്ട് യെറ്റ് ദെയർ. നമ്മൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ചൈനയിലൊക്കെ ഓൾറെഡി 1ാം ക്ലാസ് മുതൽ AI ഒക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കരിക്കുലത്തിനകത്ത് അതൊക്കെ വരാൻ ഇനിയും ചിലപ്പോൾ കുറച്ചുകൂടി സമയം എടുക്കും. അത്രയും വെയിറ്റ് ചെയ്യാതെ പുതിയ കാലത്തിന് ടെക്നോളജികൾ കുട്ടികൾ പഠിപ്പിക്കുക. ആ ടെക്നോളജിയുടെ സഹായത്തോടെ അവർക്ക് ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാരന്റ്സ് ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കുന്ന ഒരു ആശങ്ക അവരുടെ കുട്ടികൾക്ക് സ്ക്രീൻ ടൈം കൂടുതലാണെന്നാണല്ലോ. അപ്പോൾ ലോജിക് ബോക്സ് എങ്ങനെയാണ് ഈ ഒരു സ്ക്രീൻ ടൈമിനെ ഒരു ഉപകാരപ്രദമായ രീതിയിലേക്ക് മാറ്റുന്നത്? തീർച്ചയായും. അതായത് ഇപ്പോൾ എനിക്കൊരു 5 വയസ്സുള്ള മോനുണ്ട്. എൻ്റെയും ഇനീഷ്യൽ ഉണ്ടായ വലിയൊരു പ്രശ്നം ഇത് തന്നെയായിരുന്നു. കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ആൾ ഫോൺ എടുത്തിട്ട് പോയിട്ട് ഫോണിൽ കളിക്കാൻ തുടങ്ങും. ആ കളിക്കുന്നതാവട്ടെ ആൾ കാണുന്നത് ഷോർട്സാണ്. യൂട്യൂബിൽ ഷോർട്സാണ് കൂടുതൽ സമയം കാണുന്നത്. നേരെ പോയി യൂട്യൂബ് തുറന്ന് ഷോർട്സ് എടുക്കും. ഞാൻ എന്ത് ചെയ്തു? യൂട്യൂബ് കിഡ്സ് ഓപ്പൺ ആയി കൊടുത്തു. യൂട്യൂബ് കിഡ്സ് ഓപ്പൺ ആയി കൊടുത്തിട്ട് യൂട്യൂബ് കണ്ടാൽ യൂട്യൂബ് കിഡ്സ് കണ്ടെന്ന് പറഞ്ഞു. ഒരു ദിവസം യൂട്യൂബ് കിഡ്സ് കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, യൂട്യൂബ് കിഡ്സ് എനിക്ക് വേണ്ട, അതെനിക്ക് കാണാൻ താല്പര്യമില്ല, യൂട്യൂബ് തന്നെ വേണമെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ക്യാൻസലായിരുന്നു. സോ ബേസിക്കലി കുട്ടികൾക്ക് അവർക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ കറക്റ്റായി കൊടുത്തില്ലെങ്കിൽ അവർ കണ്ടിരിക്കില്ല. അപ്പോൾ നമ്മൾ ഈ ലോജിക് ബോക്സ് വഴി ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ ഈ സ്ക്രീൻ ടൈമിനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. അവരോട് പഠിക്കുമെന്ന് പറഞ്ഞിട്ട് സ്ക്രീൻ കാണിച്ചു കൊടുത്തിട്ട് നീ പഠിച്ചോ എന്ന് പറഞ്ഞാൽ അവർ പഠിക്കില്ല. പകരം അവരോട് പറയാണ്, നിങ്ങൾക്കൊരു ഗെയിം ഉണ്ടാക്കാം, ഇന്നലെ കളിച്ച ഗെയിമില്ലേ അത് നമുക്ക് സ്വന്തമായിട്ടൊന്ന് ഉണ്ടാക്കിയാലോ എന്ന് പറയുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇരുന്നിട്ട് അത് ഉണ്ടാക്കാൻ തുടങ്ങും. ആ സമയത്ത് സ്ക്രീൻ ടൈം എന്തായാലും പോകുന്നുണ്ട്. ആ സ്ക്രീൻ ടൈം പോസിറ്റീവായിട്ടുള്ളൊരു സ്ക്രീൻ ടൈമായിട്ട് മാറുകയാണ്. അവർ ആ സ്ക്രീൻ ടൈമിൽ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുകയാണ്. അവർ ഓരോ കുഞ്ഞു കാര്യങ്ങൾ പഠിക്കുകയാണ്, പ്രോഗ്രാമിംഗ് ലോജിക് പഠിക്കുകയാണ്, ആനിമേഷൻസ് ഉണ്ടാക്കുകയാണ്, ഗെയിമുകൾ ഉണ്ടാക്കുകയാണ്, ചുറ്റുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ്. അതാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്കായിട്ട് സ്ക്രാച്ച്, പൈത്തൺ തുടങ്ങിയവ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു ഗെയിം തുടങ്ങാം എന്നൊക്കെ കുട്ടികൾക്ക് ലളിതമായി പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായും. അത് തന്നെയാണ് നമ്മുടെ ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്ക്രാച്ച് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പൈത്തൺ, സി അത്തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതൊക്കെ നോർമൽ ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്ന, ഞങ്ങളെപ്പോലുള്ള വലിയ ആളുകൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണ്. ഈ സാധനം നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഒരു 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ പഠിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒന്നും മനസ്സിലാവില്ല. എനിക്ക് തന്നെ ബിടെക്കിൽ തുടങ്ങിയ സമയത്ത് സി പഠിച്ച് തുടങ്ങിയ സമയത്ത് അത്ര ഈസി ആയിരുന്നില്ല. പക്ഷേ ഈ കാലത്ത് അതിന് ആവശ്യമുള്ള ടൂൾസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അത്തരത്തിലൊന്നാണ് ഈ സ്ക്രാച്ച് എന്നൊക്കെ പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അത് വളരെ ഈസി ആയിട്ട് കുട്ടികൾ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് നത്തിങ് കോംപ്ലിക്കേറ്റഡ്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ വലിയ കാര്യമൊന്നുമല്ല. വളരെ സിമ്പിളായിട്ട് കുഞ്ഞു ആനിമേഷനുകളും ഗെയിമുകളൊക്കെയാണ് അവരുണ്ടാക്കുന്നത്. അവരറിയേയില്ല അവർ പ്രോഗ്രാമിംഗ് ആണ് ചെയ്യുന്നതെന്ന് പോലും. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആവുന്ന സമയത്ത് ഇത് വിൽ എൻജോയ് ഇറ്റ്. അവർക്ക് പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ തലവേദനകളില്ല, കോംപ്ലക്സ് കാര്യങ്ങളൊന്നുമില്ല. ഇത് വെച്ചിട്ട് നമ്മൾ പതുക്കെ ഇത്തരത്തിലുള്ള ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്ന കുറേ പ്ലാറ്റ്ഫോമുകളും കാര്യങ്ങളുമാണ് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ടൂളുകൾ വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ആനിമേഷൻസ് ഉണ്ടാക്കാം, ഗെയിംസ് ഉണ്ടാക്കാം, മൊബൈൽ ആപ്പുകൾ ഉണ്ടാക്കാം, പൈത്തണിൻ്റെ ബേസിക്സ് പഠിക്കാൻ പറ്റും. വലിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലേക്ക് കാല് എടുത്തു വെക്കുന്നതിന് മുന്നേയുള്ള ഒരു ബ്രെയിനിൽ ലോജിക്കൽ തിങ്കിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പ്രോഗ്രാമിംഗ് ലോജിക്കിൻ്റെ കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാവരും ഇപ്പോൾ ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് AI നമ്മളെ കീഴടക്കുമോ, നമ്മുടെ ജോലി AI കൊണ്ടുപോകുമോ എന്നൊക്കെയുള്ളത്. അപ്പം വളർന്നു വരുന്ന കുട്ടികളെ കുറച്ചും കൂടെ AI ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ടും കൂടി ഒരു സഹായകരമാകുമോ? തീർച്ചയായും. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ഈ AI ജോലി പോകുമെന്ന് എല്ലാവരും പേടിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ AIക്കകത്ത് എന്താ സംഭവിക്കാൻ പോകണമെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റി ഇല്ല. ആ ക്ലാരിറ്റി വരാൻ ചിലപ്പോൾ ഇനി ഒരു 5 വർഷമോ മേ ബി ചിലപ്പോൾ ഒരു 10 വർഷമോ ചിലപ്പോൾ സമയം എടുക്കാൻ സാധ്യത. അതുവരെയുള്ള സമയത്ത് ഒരുപാട് ചേഞ്ചുകൾ വരാൻ പോകും.
അപ്പോൾ അത്ര സ്കിൽഡ് അല്ലാത്ത കുറേ ജോബുകൾ ഡെഫിനറ്റ്ലി നഷ്ടപ്പെടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ റീസെൻ്റ്ലി ആന്ത്രോപിക് എന്ന് പറയുന്ന കമ്പനി റിലീസ് ചെയ്തിട്ടുള്ള കുറച്ച് അൽഗോരിതംസ് ഒക്കെ IT കമ്പനികളുടെ ഷെയർസ് ഒക്കെ ഭയങ്കരമായിട്ട് താഴെ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ടൂളുകൾ വെച്ചിട്ട് നോർമൽ ഡെവലപ്പേഴ്സ് ഒക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മൾ അതിനോട് പറഞ്ഞു കൊടുത്താൽ മതി, അത് തന്നെ എന്ത് ചെയ്യും, സോഫ്റ്റ്വെയർസ് ഒക്കെ ബിൽഡ് ചെയ്ത് തരും. സോ ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഇത് പറയുന്ന സമയത്ത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക, പണ്ട് ഈ ഫോട്ടോഷോപ്പ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ ആളുകൾ ഫോട്ടോഷോപ്പ് വന്നു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി ഇല്ലാണ്ടാവും പറഞ്ഞിട്ട്. അതായത് എല്ലാവർക്കും എന്തുണ്ട്, ഫോട്ടോ എടുക്കാം, നേരെ കൊണ്ടുപോയി ഫോട്ടോഷോപ്പിലിട്ട് എഡിറ്റ് ചെയ്യാം. അപ്പോൾ പഴയ പോലെ ഫോട്ടോഗ്രാഫി സ്കില്ലുകളൊന്നും വേണ്ട. എന്നിട്ട് ഇപ്പോൾ ഫോട്ടോഗ്രാഫി പോയോ? ഇല്ല, ഫോട്ടോഗ്രാഫി പോയിട്ടില്ല. പകരം ഫോട്ടോഗ്രാഫേഴ്സ് മുഴുവൻ ഈ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് ആ ജോലിയുടെ സ്വഭാവം മാറി. അതുപോലെ നമ്മൾ ഇന്ന് കാണുന്ന ഒരുപാട് ജോലികളുടെ സ്വഭാവം മാറും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഗെറ്റ് റെഡി. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ പ്രിപ്പയർഡ് ആയിരിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുട്ടികളെയും അത് പ്രിപ്പയർഡ് ആക്കി വെക്കുക. അവരെ പഠിക്കുന്നു, അത് വെച്ച് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനൊക്കെ പഠിക്കുന്നു. അപ്പോൾ അതിനകത്തൊരു ചേഞ്ച് വരുമ്പോൾ ദിൽ ബി ഏബിൾ ടു ക്യാച്ച് ഇറ്റ് വെരി ഈസിലി. നമ്മൾ വിചാരിക്കുന്ന പോലെ അവർക്ക് വലിയ കൺഫ്യൂഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവരുടെ ജോലി പോകില്ല. കാരണം അവർ തന്നെ ദിൽ നോ ഹൗ ടു യൂസ് ഇറ്റ്. ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നത് വരുത്തട്ടെ എന്നുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ കുട്ടികൾക്ക് ഉണ്ടാവും. കുട്ടികൾക്ക് കോഡിംഗ് പഠിക്കാൻ എന്തെങ്കിലും മുൻകൂട്ടിയിട്ടുള്ള അറിവൊക്കെ ആവശ്യമായിട്ടുണ്ടോ? ഒരു കാര്യവും വേണം. കോഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ കോഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ കാര്യമാണെന്നുള്ളൊരു ഫീൽ ഉണ്ട്. കോഡിംഗ് അറിയാത്ത ഒരാളോട് കോഡിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സാധനം കോഡിംഗ് പഠിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ ഉറപ്പിച്ച് പറയും. പക്ഷേ ഇത് ആക്ച്വലി ഭയങ്കര സിമ്പിളാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന മലയാളത്തിലാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഇറ്റ്സ് എ ലാംഗ്വേജ് അല്ലേ. ലാംഗ്വേജ് നമ്മൾ ചെറിയ പ്രായത്തിൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ കമ്പ്യൂട്ടറിനോട് പറയാനുള്ള സംസാരിക്കാനുള്ള ഒരു ലാംഗ്വേജ് ആണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അഥവാ കോഡിംഗ് എന്ന് പറയുന്നത്. അതൊരു കുഞ്ഞു കുട്ടികളെ എത്ര നേരത്തെ പഠിപ്പിക്കാൻ പറ്റുമോ, നമ്മളൊരു പ്രോഗ്രാമിംഗ് പഠിക്കുന്നത് പോലെ, നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുന്നത് പോലെ അവരെ പഠിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, വളരെ ഈസി ആയിട്ട് ഈ സാധനം ക്യാച്ച് ചെയ്യും. അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾ ഞെട്ടിപ്പോവും. ഞാൻ കാണിച്ചു തരാം കുറച്ച് എക്സാമ്പിൾസ്. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞ് 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, അയാൾ ഈ ടെക്നിക്ക് വെച്ചിട്ട് ഈ ക്രിയേറ്റഡ് എൻ AI ആപ്ലിക്കേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ AI ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയും അത് വെച്ചിട്ട് കറൻസി നോട്ടുകളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഒരു കറൻസി നോട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര രൂപയുടെ നോട്ടാണെന്ന് അയാൾ വിളിച്ച് പറയും. ഇത് ക്രിയേറ്റ് ചെയ്ത് 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. നമ്മൾ വലിയ കോളേജിൽ പഠിക്കുന്ന ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇതെന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ ബേസിക്സ് അറിയെങ്കിൽ 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനൊരു സാധനം ഉണ്ടാക്കാൻ പറ്റും. കോഡിംഗ് പഠിപ്പിക്കുന്ന മറ്റ് നിരവധി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ, അതിൽ നിന്ന് ലോജിക് ബോക്സ് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നമ്മൾ കോഡിംഗ്, ഞാൻ പറഞ്ഞല്ലോ, കോഡിംഗ് പഠിപ്പിക്കലല്ല നമ്മുടെ ഉദ്ദേശം. വി ആർ എ സോഫ്റ്റ്വെയർ കമ്പനി ഡെവലപ്പിംഗ് ടൂൾസ് ഫോർ ദീസ് തിങ്സ്. ഇതിന് വേണ്ടിയിട്ടുള്ള ടൂളുകളിലാണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വ്യത്യസ്തമായിട്ടുള്ള കുറച്ചധികം ടൂളുകൾ ഉണ്ടാക്കുക, ആ ടൂളുകളുടെ സഹായത്തോടെ കുട്ടികളെ പഠിപ്പിക്കുക. കുട്ടികൾക്ക് അത് ക്യാച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഡിഫിക്കൽറ്റി വരുന്നുണ്ടെങ്കിൽ ആ ടൂളുകളിൽ നമ്മുടെ ആവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻസ് വരുത്തുക. ആ രീതിയിൽ ഒരു കംപ്ലീറ്റ് എക്കോസിസ്റ്റം തന്നെ ബിൽഡ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ കോഡിംഗ് കമ്പനി ഓർ ഒരു കോഴ്സുകൾ സെല് ചെയ്യുന്ന ഒരു കമ്പനി മാത്രമല്ല. വി ആർ എ കമ്പനി ഹു ആർ ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയർസ്. കുട്ടികളെ കൂടുതലും പാരന്റ്സ് കുറച്ചും കൂടെ ഈ ഡോക്ടർ ആക്കുക, അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ആക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാനാണല്ലോ കൂടുതൽ പുഷ് ചെയ്യുക. അപ്പോൾ ഒരു കോഡിംഗ് കരിയർ ആയിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ അത്ര പ്രോത്സാഹിപ്പിക്കാറില്ല. അപ്പോൾ അതൊരു ചലഞ്ചിങ് ആയിട്ട് തോന്നാറുണ്ടോ? എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? എഞ്ചിനീയറിംഗിനകത്ത് പഠിക്കുന്ന കോഡിംഗ് ആണ്. ഇപ്പം മെഡിസിൻ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും കോഡിങ്ങിന്റെ ആവശ്യമുണ്ട്. അതിനകത്ത് കുറെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് അവിടെ ഡെവലപ്പ് ആവുന്നുണ്ട്. ഡോക്ടേഴ്സ് പലരും മട്ടന്നിരിക്കുകയാണ്. എൻ്റെ തന്നെ മുന്നേയുള്ള കുറച്ച് പ്രോഗ്രാമുകൾ, ഞാൻ മുന്നേ കുറേ ഇത്തരത്തിലുള്ള സെഷൻസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സെഷൻസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ചെറിയ കുട്ടികൾ ഏത് ജോബിലേക്ക് പോയിക്കോട്ടെ, ഇനിയുള്ള കാലത്ത് ഈ ബേസിക് കമ്പ്യൂട്ടർ ലിറ്ററസി എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാൻഡേറ്ററി തിങ്. നേരത്തെ പറഞ്ഞ പോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്ന പദ്ധതിക്കകത്ത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, ഇനിയുള്ള കാലത്ത് ഈ പ്രോഗ്രാമിങ്ങും ബേസിക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇത്തരം കാര്യങ്ങളൊക്കെ അത്ര ചെറിയ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പറ്റുമോ, നിർബന്ധമായിട്ട് പഠിപ്പിക്കണം എന്ന് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. സോ ഒരു ജോലിയിലേക്ക് മാത്രമുള്ള എൻട്രി അല്ല ഇത്. എഞ്ചിനീയേഴ്സ് മാത്രം ഇത് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് മാത്രം പഠിച്ചാൽ മതി എന്നുള്ളതല്ല. വി ഡെവലപ്പിംഗ് എ ലോജിക്കൽ തിങ്കിങ് സ്കിൽസ് യൂസിങ് സം ടൂൾസ്. അത് ഏത് ജോലിയിലേക്ക് പോകുമ്പോഴും ഇറ്റ്സ് മാൻഡേറ്ററി. അത് നിർബന്ധമായിട്ട് ആവശ്യമുള്ള ഒരു സാധനമാണ്. ലോജിക് ബോക്സിന്റെ വെബ്സൈറ്റ് വഴി മാതാപിതാക്കൾക്കോ കുട്ടികൾക്കോ ഡെമോ ക്ലാസുകൾ കൊടുക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരാൾ അപ്ലൈ ചെയ്യേണ്ടത്? തീർച്ചയായും ലോജിക് ബോക്സ് www.logicbox.ac എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് കയറുക. അതിനകത്തൊരു ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതിനടിസ്ഥാനമായി അത് കഴിഞ്ഞിട്ട് വിൽ ഗിവ് യു ഡെമോ സെഷൻസ്. ആ ഡെമോ സെഷൻസ് അറ്റൻഡ് ചെയ്ത് നോക്കുക. എല്ലാ കുട്ടികൾക്കും ഇത് പറ്റുമെന്ന് ചോദിച്ചാൽ യു ഹാവ് ടു ഗിവ് ഇറ്റ് എ ട്രൈ. കാരണം എല്ലാ കുട്ടികളും എല്ലാ കാര്യങ്ങളിലും ഇൻട്രസ്റ്റ് ആവണമെന്നില്ല. നമ്മുടെ പ്രോഗ്രാമുകൾ അവരെ കൊണ്ട് ഡെമോ സെഷൻസ് അറ്റൻഡ് ചെയ്യിപ്പിക്കുക. ചിലർക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ ഈ ചിലപ്പോൾ നമ്മൾ പറയും ഇതൊക്കെ അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള പിള്ളേർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളൊരു തോട്ട് പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്. കുറച്ച് പഠനത്തിൽ എൻ്റെ കുട്ടി മോശമാണ്, അവൻ ഇതൊന്നും പഠിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമ്മുടെ പ്രോഗ്രാമിൽ ഇറ്റ്സ് ജസ്റ്റ് ദി ഓപ്പോസിറ്റ്. കൂടുതലും ഈ ബുദ്ധിയുള്ള കുട്ടികൾ എന്തായാലും ചെയ്യും. നമ്മൾ ഈ മണ്ടന്മാരെന്ന് പറയുന്ന ഒരു കാറ്റഗറി പെടുന്ന കുട്ടികളുണ്ടല്ലോ, അവരാണ് ശരിക്കും ഇതിനകത്ത് ബ്രില്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകണേ. ഫോർ എക്സാമ്പിൾ, ഞങ്ങളിപ്പോൾ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് കൽപ്പറ്റ കേന്ദ്രീയ വിദ്യാലയയിൽ ഒരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. ആ കൽപ്പറ്റ KVയിൽ ഞങ്ങൾ പ്രോഗ്രാം കൊടുത്ത ഏകദേശം 52 കുട്ടികളോ 54 കുട്ടികളോ മറ്റോ ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. 40 കുട്ടികൾക്ക് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞു. ഈ 40 കുട്ടികളെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ ഇരുത്തി ഒരു 12 കുട്ടികളെ അവർ പുറത്തേക്ക്.
ഞങ്ങൾ പോയ സമയത്ത് ടീച്ചേഴ്സ് പറഞ്ഞു ഓക്കെ ഞങ്ങളൊരു എക്സാം നടത്തിയിട്ട് അത്ര ആക്റ്റീവ് അല്ലാത്ത നമുക്ക് അത്ര ഗുണമില്ലാത്ത കുട്ടികളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്താക്കിയിട്ടുണ്ട്. കുറച്ച് പേരെ ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു മുഴുവൻ കുട്ടികൾ ഇരുന്നോട്ടെ, കാരണം ഇരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അത് ഗവൺമെൻറ് സർക്കുലറിലുള്ള ചെറിയൊരു കൺഫ്യൂഷനായിരുന്നു, വേർഡിങ്സിൻ്റെ കൺഫ്യൂഷനായിരുന്നു. 54 കുട്ടികൾ ഇരുത്തിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടികൾ പിടിച്ചോണ്ടിരുന്നു. അവന്മാർ ഗ്രൗണ്ടിൽ പോയിരിക്കുന്നു. അവിടുന്ന് പിടിച്ചോണ്ടെന്ന് ക്ലാസ്സിൽ ഇരുത്തി. ഒരു താല്പര്യമില്ല അവർക്ക്, കാരണം ഞങ്ങളെ പുറത്താക്കിയതാണ്, ഞങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ ഒരു താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അവർ ഇരിക്കുകയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊരു 5 ഡേ പ്രോഗ്രാം ആയിരുന്നു. ഒരു 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ഈ കുട്ടികൾ ബാക്കിയുള്ള കുട്ടികളെക്കാൾ ബെറ്റർ പ്രോജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവർ ബെറ്റർ ആയിട്ടുള്ള ആനിമേഷൻസ്, ഗെയിംസ്, AI ടൂൾസ് കാര്യങ്ങൾ ഈ പിള്ളേർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കുട്ടികളുടെ സ്കില്ലുകൾ നിങ്ങൾക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അവരെ മണ്ടന്മാരായിട്ട് കണക്കാക്കുന്നതാണ്. അവർ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറേ കുട്ടികൾ അതിനകത്തുണ്ട്. അത് ചില പിള്ളേരെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഓടി വരും, ചോറ് കഴിച്ച് 5 മിനിറ്റ് കൊണ്ട് തിരിച്ചു വന്നിട്ട് ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്ന കണ്ടിട്ട് ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ട്. ആ ടീച്ചേഴ്സൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ട്, ഇവന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ടീച്ചേഴ്സ് ഇരിക്കുന്നത്. സോ ഞാൻ പറഞ്ഞതെന്ന് ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ടേക്ക് ഡെമോൺസ്ട്രേഷൻ എടുക്കുക. ഡെമോൺസ്ട്രേഷൻ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കുട്ടിയെ എൻജോയ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം. നമ്മുടെ വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ അതിനുശേഷം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. യു ക്യാൻ ഡിസൈഡ് വെദർ യു വാണ്ട് ടു ജോയിൻ ഓർ നോട്ട്. ഈ കുട്ടികളോടും പാരന്റ്സിനോടും എന്താണ് പറയാനുള്ളത്? നമ്മുടെ നാട്ടിൽ കുറേ തെറ്റിദ്ധാരണകൾ ഉണ്ടാവും, കുറേ ഇതിനകത്തേക്ക് വരാനൊക്കെ ആളുകൾക്ക് മടി ഉണ്ടാവും. അപ്പോൾ അവരോട് ഒരു ഉപദേശമോ അല്ലെങ്കിൽ ഒരു സജഷനോ എന്താ കൊടുക്കുക? അല്ല, ഇനിയുള്ള കാലത്ത് ഇതൊന്നും ഇല്ലാതെ മാറ്റി നിർത്താൻ പറ്റില്ല. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെൻറ് ലെവലിൽ തന്നെ സമൂലമായിട്ടുള്ളൊരു മാറ്റത്തിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ അത് എക്സിക്യൂഷൻ ഫേസിൽ താഴെത്തട്ടിൽ എത്തുന്ന സമയത്ത് കൃത്യമായിട്ട് നടപ്പിൽ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയുള്ള കാലത്ത് ഈ പുതിയ ടെക്നോളജികളും പുതിയ രീതിയിലുള്ള പഠന രീതികളും ഒന്നും ഇല്ലാതെ കുട്ടികൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ഗ്ലോബൽ സിറ്റിസൺ ആയിട്ടാണ് ഇപ്പോൾ വളരുന്നത്. പഴയതുപോലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച് അവിടെ തന്നെ വളർന്ന് മരിക്കുന്ന രീതിയിലല്ല നമ്മുടെ കുട്ടികളുള്ളൂ. ഇപ്പോൾ കുട്ടികൾ ഇറങ്ങുന്നു, അവരൊരു ഗ്ലോബൽ എൻവയോൺമെൻറ്റിലേക്കാണ് ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് പുതിയ കാലത്തിനകത്ത് പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിക്കുക. നിങ്ങൾക്ക് അവരെ ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതിനൊക്കെയുള്ള എക്സ്പോഷേഴ്സ് അവർക്ക് കൊടുക്കുക. അതിലേതെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ ഡെഫിനറ്റ്ലി ക്യാച്ച് ചെയ്യും. അത് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ക്രിയേറ്റ് വണ്ടേഴ്സ്. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തുള്ള വലിയ കാര്യങ്ങൾ അവർ ചെയ്യും. നമ്മുടെ നാട്ടിൽ നിന്ന് നാളെ എലോൺ മസ്കോ, മാർക്ക് സക്കർബർഗോ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായി വരുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും. ലോജിക് ബോക്സ് CEO നിതിൻജി ആയിരുന്നു നമ്മളോടൊപ്പം ഒന്നുണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച് ഇത്രയും സമയം നമ്മളോട് സ്പെൻഡ് ചെയ്തത്.